എല്ലാവർക്കും നമസ്കാരം. സുഖമൊക്കെയല്ലേ? മഴയൊക്കെ മതിയോ? മഴ, വെള്ളപ്പൊക്കം എല്ലാമാണിപ്പം. ഇപ്പം ആർക്കും ഒരു ജാതിയില്ല, ഒന്നുമില്ല. വെള്ളം കയറി എല്ലാവരും ഒരുപോലെ നമ്മുടെ ഷെൽട്ടറുകളിൽ കിടക്കുന്നു. ഇപ്പം ആർക്കും ഒരു ജാതിക്കുത്തുമില്ല, ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരാണെന്നുള്ള ആ ബോധത്തോടെയാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. മഴയായി വെള്ളമായി ഇപ്പം മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യനോ എല്ലാ ആൾക്കാരും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന വേർതിരിവില്ലാതെ എല്ലാവരും ഒരു സ്ഥലത്ത് ചെല്ലുന്നതാണ്. ഇതാണ് ദൈവം നിശ്ചയം എന്ന് പറയുന്നത്. ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. മഴ, വെള്ളം എല്ലാം കയറി ഇങ്ങ് പോരുവാണ്. അത് ദൈവം നമുക്ക് തരുന്ന ഓരോരോ സൂചനകളാണ്. ആ സൂചന നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. പ്രപഞ്ചത്തിൽ ദൈവമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ വെള്ളപ്പൊക്കം. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കുന്നതാണ് ഈ വെള്ളപ്പൊക്കം. അതുകൊണ്ട് മനുഷ്യന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും ഷെൽട്ടറുകളിൽ കിടക്കാൻ ബാധ്യസ്ഥരാണ്. ഇനിയെങ്കിലും ഓർക്കുക, നമ്മൾ ജാതി വ്യവസ്ഥകൾ പറയാതിരിക്കുക, അഹങ്കാരം ആരും കാണിക്കാതിരിക്കുക. എല്ലാവരും താഴ്മയോടെ പ്രവർത്തിക്കുകയും വിചാരിക്കുകയും ചിന്തിക്കുകയും ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഈ മഴയും ന്യൂനമർദ്ദമൊക്കെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. എല്ലാ സംഗതികളും മറന്നു വെച്ച് നമുക്ക് ദൈവത്തെ ഇപ്പം വിളിക്കാനുള്ള ഇതാണ് ദൈവം തരുന്നത്. ദൈവം മഴയായി താഴോട്ട് വന്ന് പിന്നെ വെള്ളപ്പൊക്കമായി ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ കാണുന്നതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട്. ഓരോ വീട് വഴി വെള്ളം കയറി ആവാസ വ്യവസ്ഥയെല്ലാം, അതുപോലെ തന്നെ കിണറുകളിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആറുകളിലും തോടുകളിലും എല്ലാം വെള്ളം. നമുക്ക് കണ്ടാൽ സഹിക്കത്തില്ല. എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക, എല്ലാം ദൈവം മാറ്റിത്തരും. മഴ കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മളെല്ലാവരും ഒരു ജാതി എന്ന വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുക. നമ്മൾ അഹങ്കരിക്കരുത്. അഹങ്കാരം മനുഷ്യന് കൊള്ളത്തില്ല. അഹങ്കരിച്ചാലുണ്ടല്ലോ, എല്ലാ അഹങ്കാരങ്ങളും മാറ്റിവെച്ച് എല്ലാവരും ഒരു കുടക്കീഴിലാണെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലത്ത് താമസിക്കുന്നത്. ഞാനും ചിലപ്പം താമസിക്കേണ്ടതായി വരുമായിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഉയർന്ന പ്രദേശത്തല്ലയോ താമസിക്കുന്നത്. അതുകൊണ്ട് അപ്പം നമ്മൾ മൗനം ആകാതെ നമ്മൾ സ്വയം ഇറങ്ങിച്ചെല്ലുക സമൂഹത്തിലോട്ട്. അപ്പം നമുക്ക് അവിടെ ഉണ്ടാവുന്ന ആൾക്കാരെയും എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് കുമരകം, താഴ്ത്തങ്ങാടി, കോട്ടയത്തിൻ്റെ പല ഭാഗം, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ട കാര്യം, വെള്ളം ഇങ്ങനെ കയറി കിടക്കുക. എന്ത് ചെയ്യാനാ അല്ലേ? ദൈവം ഓരോരുത്തർക്ക് പിന്നെ ഇതാണ് ദൈവമുണ്ട് എന്നുള്ള ആ സത്യം. നമ്മൾ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യരുത്. ദൈവം നമുക്കെല്ലാം തരികയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ജാതി പറയരുതെന്നാൽ ഇപ്പം ജാതി ആരും പറയാറില്ലായിരിക്കാം. പക്ഷേ ഈ പ്രളയകാലത്ത് ആരും ജാതി പറയത്തില്ല. ഇതിലൊന്നും കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഞാനെന്ന ഭാവം കാണിക്കാൻ പാടില്ല. എല്ലാവരും തുല്യരാണ് എന്ന സങ്കല്പത്തിൽ മുന്നോട്ട് പോവുകയും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ പരിധിവരെ നമ്മളെല്ലാവരെയും ബഹുമാനിക്കാനും പഠിക്കണം. അല്ലാതെ
മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പറയാൻ പാടില്ല. ഇപ്പം നമ്മളെല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കരകയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മഴ, വെള്ളം, വെയിൽ ഒക്കെ ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഈ നിയമം അനുസരിച്ച് മനുഷ്യനും മുന്നോട്ട് പോകുക. അഹങ്കാരം ആർക്കും നന്നല്ല. മഴ ഭയങ്കരമായിട്ട് ഇനി മഴ മുന്നറിയിപ്പുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. വെള്ളം കയറി ഒത്തിരി ആകും. ഈ വെള്ളം എല്ലാം ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ എല്ലാ വീടുകളും ശുചീകരിക്കാനൊക്കെ ആൾക്കാർ ചെല്ലണം. ഞാൻ രണ്ടുപേരോട് ഒത്തിരി പേര് എന്നോട് പറഞ്ഞു വരണം. ഞാൻ പറഞ്ഞു വരാം. പേരൂർ ഇവിടെ ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ ഒക്കെ സമയം പോകണം എന്നോർത്തിങ്ങനെ ഇരിക്കുന്നു. വെള്ളം ഇറങ്ങട്ടെ, ക്ലീൻ ചെയ്ത് കൊടുക്കാനൊക്കെ പോകണമെന്നൊക്കെ. അതാണ് തന്മയത്വത്തോടെ നമ്മൾ പെരുമാറുകയും നമ്മൾ ദൈവത്തെ വിചാരിക്കുകയും ചെയ്താൽ എല്ലാം നമുക്ക് ദൈവം നടത്തി തരും. പിന്നെ മഴ ഒക്കെയാണ്, ഇതെല്ലാവരും ഒരു കുടക്കീഴിൽ ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന എല്ലാവരോടും ഉണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ മനുഷ്യർക്കിടയിൽ ജാതി വ്യവസ്ഥകളോ അഹങ്കാരമോ ഒന്നും പാടില്ല. മറ്റുള്ളവരെ കുത്തിപ്പറയുകയോ ഒന്നും പാടില്ല. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരെ നമ്മൾ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുക. പിന്നെ അതാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഴയും പ്രളയവും മിന്നൽ പ്രണയവും എല്ലാം ശമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എളിയ വാചകം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട്, മഴയും വെള്ളവും ഒരുപാട് പെയ്യാതിരിക്കട്ടെ, ഒരുപാട് കയറാതിരിക്കട്ടെ എന്ന് ജഗദീശ്വരനോടും സർവേശ്വരനോടും നമ്മുടെ പ്രപഞ്ചശക്തിയോടും നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ഈ എളിയ സംസാരം ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ എളിയ വാചകം ഇവിടെ അവസാനിപ്പിക്കുന്നു.